ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ക്വയർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 1.5 കിലോ വെയിറ്റ് വരുന്ന സ്ക്വയർ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കേക്കൊക്കെ റൗണ്ട് കേക്കാണ്. ഇനി നമുക്കൊരു സ്ക്വയർ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് അരിച്ചു മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിന് അളന്നിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി അരിച്ചിട്ടുണ്ട്. ഒന്നിക്കിൽ ഒരു 2-3 പ്രാവശ്യം അരിക്കുക. അല്ലെങ്കിൽ ഒരിക്കൽ അരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഇതിപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ തരിയുള്ള പഞ്ചസാരയാണ് ഉള്ളതെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ പാൽ തന്നെ ഒഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉള്ളതെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ഒഴിക്കാൻ. അതുപോലെ തന്നെ മുട്ടയും എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ മുട്ട തന്നെ എടുക്കുക. 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴികെ ഏതൊരു ഓയിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. ഓയിലും പാലും വാനില എസൻസും കൂടി ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച പൊടിയിൽ നിന്ന് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചിടണ്ട. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതുപോലെ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അരിച്ചെടുത്ത പൊടി മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഏത് കേക്ക് ടിന്നിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അടിയിൽ ബട്ടർ തടവിയതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കുന്നില്ലെങ്കിൽ ബട്ടർ തടവിയിട്ട് അല്പം മൈദ തൂക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മുട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മുട്ടിക്കൊടുക്കുന്നത്. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റായ ഓവനിലേക്ക് ഒരു 40 മിനിറ്റാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ആവാനായിട്ട് വെച്ചു കൊടുക്കുന്നത്.
എൻ്റെ ഓവനിൽ 40 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. ഓരോ ഓവൻ അനുസരിച്ചിട്ട് അതിനൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഒരു 5-10 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു 35-40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ അധികം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും. കേക്ക് ഞാനിവിടെ 40 മിനിറ്റ് ആയപ്പോൾ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 40 മിനിറ്റിൽ തന്നെ കറക്റ്റ് ബേക്കായിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്നിൽ നിന്നും ഇതുപോലെ ഒരു വേറൊരാക്കിലേക്ക് മാറ്റാം. ഒന്നുകിൽ ഇതുപോലെ വേറൊരാക്കിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. ബട്ടർ പേപ്പറൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇത് നന്നായിട്ട് തണിയാനായിട്ട് 1-2 മണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാവൂ. എപ്പോഴും നമ്മൾ ക്രീം ഇടുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് തണിയണം, അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. ഇനി നമുക്കിതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇപ്പം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എത്ര പീസാണോ വേണ്ടത് അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുക. 2 പീസോ 3 പീസോ ആക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കേക്ക് ഞാനൊരു 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എടുത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാതെ നോക്കണം. ഇനി കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും എടുക്കുന്നത് പോലെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രീമിലേക്ക് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല, ഷുഗർ ചേർന്നിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഷുഗറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഷുഗർ ചേരാത്ത ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ 2 കപ്പ് ക്രീമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കാം. ആദ്യം സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക. ക്രീം ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടും. ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം മറ്റുള്ള കേക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രീം മുഴുവനായിട്ട് ബീറ്റ് ചെയ്യുന്നത് കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് കേക്കിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ബോർഡാണ്. കേക്ക് ബോർഡ് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി ഈ കേക്ക് ബോർഡിൻ്റെ നടുവിലായിട്ട് ഒരല്പം ക്രീം ആക്കി കൊടുക്കുക. കേക്ക് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം അടിയിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഈ കേക്ക് പീസിലേക്ക് അല്പം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ആക്കുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ്. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ ചെയ്താൽ. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത പീസ് കേക്കും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ക്രീം ഇട്ട് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പീസ് വെച്ച് കൊടുക്കാം. മറ്റേ പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം മുകളിലാക്കിയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ കേക്കിന് നല്ലൊരു ഷേപ്പായിരിക്കും. ആയിട്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ പീസിലേക്കും ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൂടുതൽ ക്രീം ഇട്ടിട്ട് ഈ കേക്കിനെ മുഴുവനായിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. കേക്കിലേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കാണുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കേക്കിനെ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിയുന്നത് പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലായതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു 25 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. കേക്ക് 25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്രീമിൽ നിന്നും കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് പിങ്ക് കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ലീഫിൻ്റെ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സൈഡിൽ മുഴുവനും ഞാൻ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം മറ്റൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. വൈറ്റ് ക്രീമാണ്, കളറൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലത്തെ ഒരു നോസിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ക്രീം കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഫ്ലവർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഫ്ലവർ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലവറും കൂടി ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ 4 ഭാഗത്തായിട്ട് ഓരോ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് ക്രീം നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ചെറുതായിട്ടൊരു ബോർഡർ വരച്ചു കൊടുക്കാം. വൈറ്റ് ക്രീം കൊണ്ട് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ബോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം, കാണാനൊരു ഭംഗിക്ക് വേണ്ടി. കേക്കിലേക്ക് ഇതുപോലെ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്വയർ കേക്ക് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്